കണ്ണൂരിൽ RSS പ്രവർത്തകരെ ബോംബെറിഞ്ഞ് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 10 പ്രതികൾക്ക് 25 വർഷം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു. 2,60,000 രൂപ വീതം പിഴയും ചുമത്തിയിട്ടുണ്ട്. തളിപ്പറമ്പ് അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി KN പ്രശാന്താണ് ശിക്ഷ വിധിച്ചത്. ഈ പ്രതികളിൽ ഒരാൾ CPIM പഞ്ചായത്ത് അംഗവുമാണ്. അജീഷ് ജയകുമാറുണ്ട് കണ്ണൂരിൽ നിന്ന്. അജീഷ്, വിശദാംശങ്ങൾ. ഈ 2011 നവംബർ 27 ഈ സംഭവം നടക്കുന്നത്. തിമിരിയിലെ അവർ കോളേജിന് സമീപത്ത് വെച്ചായിരുന്നു RSS പ്രവർത്തകർക്ക് നേരെ ബോംബെറിഞ്ഞ് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ഇതിൽ 10 CPM പ്രവർത്തകരായിരുന്നു പ്രതികൾ. അവിടെ RSS ശാഖ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട സംഘടന ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ ബോംബേറ് നടന്നത്. ഇതിൽ 10 പ്രതികൾക്കും ശിക്ഷ വിധിച്ചിട്ടുണ്ട്. അതിൽ രണ്ടാം പ്രതി ഉടുമ്പ് ബിനു എന്നറിയപ്പെടുന്ന TV ബിനുവിന് 25 വർഷം തടവ് അനുഭവിക്കണം. 9 പേർക്ക് ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതി. അതായത് 10 വർഷം അവർക്ക് തടവ് അനുഭവിച്ചാൽ മതി. തളിപ്പറമ്പ് അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി KN പ്രശാന്താണ് ശിക്ഷ വിധിച്ചത്. ഇതിൽ PV ബാബുരാജ് എന്ന് പറയുന്ന ആലക്കോട് പഞ്ചായത്ത് അംഗമാണ്. ഈ വിധി വന്നതോടെ ഇദ്ദേഹത്തിന് അയോഗ്യനാക്കപ്പെടും. എന്തായാലും 2011 നടന്ന സംഭവത്തിനാണ് 15 വർഷങ്ങൾക്ക് ശേഷം 10 പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത്. എന്തായാലും കണ്ണൂരിൽ RSS പ്രവർത്തകരെ ബോംബെറിഞ്ഞ് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് ഇപ്പോൾ 10 പ്രതികൾക്ക് 25 വർഷം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. 2,60,000 രൂപ വീതം ഇവർക്ക് പിഴയും ചുമത്തിയിട്ടുണ്ട്. തളിപ്പറമ്പ് അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി KN പ്രശാന്താണ് ഈ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. പ്രതികളിൽ ഒരാൾ CPIM പഞ്ചായത്ത് അംഗമാണ്. 2011 നവംബർ 27 കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.